നമസ്കാരം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്നുള്ള സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് ജുഡീഷ്യറിയെ കുറിച്ചാണ്. അതായത് സംസ്ഥാനത്തെ നീതി നിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്നുള്ള സിലബസ് ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചും നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇനി വരേണ്ടത് നീതി നിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ്. സംസ്ഥാനത്തെ ജുഡീഷ്യറിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ത്യയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ രൂപം കൊള്ളുന്നതിന് കാരണമായത് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന പറയുന്നു ഇന്ത്യയിൽ സുപ്രീം കോടതി വേണം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും രൂപീകരണത്തിന് കാരണമായത് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സുപ്രീം കോടതി രൂപം കൊള്ളുന്നത് കൽക്കട്ടയിൽ, അല്ലേ? അതുപോലെ ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1861 ഹൈക്കോർട്ട് ആക്ട് പ്രകാരമാണ്. 1861 ഹൈക്കോർട്ട് ആക്ട് പ്രകാരമാണ് 1862 കൽക്കട്ട, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾ നിലവിൽ വന്നു. 1862 ആദ്യമായിട്ട് വന്ന 3 ഹൈക്കോടതികൾ ഇതൊക്കെയാണ്. ഒന്ന് കൽക്കട്ട, വേറൊന്ന് ബോംബെ, വേറൊന്ന് മദ്രാസ്. കൽക്കട്ട ഹൈക്കോടതിയാണ് ഇതിൽ 1862 ആദ്യം വന്നത്. അത് ജൂലൈ മാസത്തിലാണ് കൽക്കട്ട ഹൈക്കോടതി. ആഗസ്റ്റ് 14 ബോംബെ ഹൈക്കോടതി ഉണ്ടാവുന്നത്. ആഗസ്റ്റ് 15 മദ്രാസ് ഹൈക്കോടതി ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, അത് കൽക്കട്ട ഹൈക്കോടതിയാണ്. 1866 ഇന്ത്യയിലെ 4ാമത്തെ ഹൈക്കോടതി, അതായത് അലഹബാദ് ഹൈക്കോടതി രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ 4ാമത്തെ ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇന്ന് നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോടതി ഉണ്ട്. നിലവിൽ 25 ഹൈക്കോടതി ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഹൈക്കോടതി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? പക്ഷെ ആർട്ടിക്കിൾ 214 പറയുന്ന കാര്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയെക്കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഹൈക്കോടതി ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 214. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ 25 ഹൈക്കോടതിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. വേറൊരു ആർട്ടിക്കിളുണ്ട്, ആർട്ടിക്കിൾ 231. ആ ആർട്ടിക്കിൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ട് ഒരു ഹൈക്കോടതിയാകാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 231. അപ്പോൾ ആർട്ടിക്കിൾ 214 പറയുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇല്ല. ആർട്ടിക്കിൾ 231 പറയുന്നു, എന്താണ് പറയുന്നത്? ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് പൊതുവായിട്ടൊരു ഹൈക്കോടതി ആകുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 231. അപ്പോൾ ഒരു കാര്യം കൂട്ടുകാർക്ക് വ്യക്തമാണ്, ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഹൈക്കോടതി ഉണ്ട്, അല്ലേ? അതിനൊരു ഉദാഹരണമാണ് പഞ്ചാബ് ഹൈക്കോടതി. പഞ്ചാബ് ഹൈക്കോടതി പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മാത്രം ഹൈക്കോടതിയല്ല, ഹരിയാനയുടെയും ഹൈക്കോടതി പഞ്ചാബ് ഹൈക്കോടതി തന്നെയാണ്. അതാണ് ചണ്ഡീഗഡ് ഹൈക്കോടതി. പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ ചണ്ഡീഗഡ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയും ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയാണ്
ചണ്ഡീഗഡ് ഹൈക്കോടതി അഥവാ പഞ്ചാബ് ഹൈക്കോടതി, അല്ലെ? അപ്പോൾ പഞ്ചാബ് ഹൈക്കോടതി അഥവാ ചണ്ഡീഗഡ് ഹൈക്കോടതി ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നു. പഞ്ചാബിന്റെയും അതുപോലെ തന്നെ ഹരിയാനയുടെയും. അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെ ഹൈക്കോടതിയാണ്. മഹാരാഷ്ട്രയുടെ ഹൈക്കോടതിയാണെന്ന് പറയുമ്പോൾ തന്നെ ഗോവയുടെയും ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ഗോവയുടെയും ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. അതുപോലെ ദാദ്ര നഗർ ദാമൻ ഡ്യൂ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ദാദ്ര നഗർ ദാമൻ ഡ്യൂ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ബോംബെ ഹൈക്കോടതിയാണ്. അപ്പോൾ ബോംബെ ഹൈക്കോടതിയും ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായി പ്രവർത്തിക്കുന്ന ഹൈക്കോടതി, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായി പ്രവർത്തിക്കുന്ന ഹൈക്കോടതി ഏതെന്ന് നമുക്കറിയാം. അത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ആസാമിന്റെ ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്. 4 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് ഗുവാഹത്തി ഹൈക്കോടതി പ്രവർത്തിക്കുന്നു. ഏതൊക്കെയാണ്? 1 ആസാമിന്റെ ഹൈക്കോടതിയായിട്ട്, 2 നാഗാലാൻഡിന്റെ ഹൈക്കോടതിയായിട്ട്, 3 മിസോറാമിന്റെ ഹൈക്കോടതിയായിട്ട്, 4 അരുണാചൽ പ്രദേശിന്റെ ഹൈക്കോടതിയായിട്ട്. അപ്പോൾ ഗുവാഹത്തി ഹൈക്കോടതി താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയാണ് എന്നുള്ളത് നല്ല ഒരു ചോദ്യമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ്? ആസാമിന്റെ, അതുപോലെ നാഗാലാൻഡിന്റെ, അതുപോലെ മിസോറാമിന്റെ, അതുപോലെ അരുണാചൽ പ്രദേശിന്റെ. അപ്പൊ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഹൈക്കോടതികൾ ഏതെല്ലാം എന്നുള്ളതിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഏതാണ്? ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി നമുക്കിപ്പോൾ നമ്മുടെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതാണ്? കൊച്ചി ഹൈക്കോടതിയാണ്, അല്ലെ? നമ്മുടെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളത്താണ്. അതേസമയം അതിൻ്റെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് വേണം എന്നുള്ളൊരു ആവശ്യം കുറേ കാലമായിട്ട് കേരളത്തിലുണ്ട്. ഇതുപോലെ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ അത് 2 ഹൈക്കോടതികൾ ഉത്തരമായിട്ട് വരും. ഒന്ന് ബോംബെ ഹൈക്കോടതി, വേറൊന്ന് ഗുവാഹത്തി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഗുവാഹത്തി ഹൈക്കോടതി തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ 2 ഹൈക്കോടതികൾ ഉത്തരമായിട്ട് വരും. ബോംബെ ഹൈക്കോടതി, ഗുവാഹത്തി ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം. അത് മുംബൈയാണ്. മുംബൈക്ക് പുറമെ അതിന് ബെഞ്ചുകളുള്ളത് എവിടെയൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നാഗ്പൂരിൽ ബെഞ്ചുണ്ട്, അതുപോലെ ഔറംഗാബാദിൽ ബെഞ്ചുണ്ട്. അത് ഗോവയുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെ? അതുകൊണ്ട് പനാജിയിലും ബെഞ്ചുണ്ട്. അപ്പോൾ മുംബൈ ഹൈക്കോടതിക്ക് എത്ര ബെഞ്ചുണ്ട്? ആസ്ഥാനത്തിന് പുറമെ അതിന് 3 ബെഞ്ചാണുള്ളത്. അത് എവിടെയൊക്കെയാണ്? ഔറംഗാബാദിലുണ്ട്, നാഗ്പൂരിലുണ്ട്, പനാജിയിലുണ്ട്. അപ്പം 3 ബെഞ്ചാണ് ബോംബെ ഹൈക്കോടതിക്കുള്ളത്. അതുപോലെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കാര്യം പറഞ്ഞാലോ? ഗുവാഹത്തി ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം. ആസാമിലാണ്. ആസാമിൽ ഗുവാഹത്തിയിലാണ്, അല്ലെ? അതിന് പുറമെ അതിന് ബെഞ്ചുള്ളത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡിന്റെ കൂടി ഹൈക്കോടതിയാണ്. അപ്പോൾ ബെഞ്ച് കൊഹീമയിലുണ്ട്. നാഗാലാൻഡിൽ കൊഹീമയിലുണ്ട്. അത് മിസോറാമിന്റെ കൂടി ഹൈക്കോടതിയാണ്. അപ്പോൾ അതിൻ്റെ ബെഞ്ച് മിസോറാമിലെ ഐസ്വാളിലുണ്ട്. എവിടെയുണ്ട്? ഐസ്വാളിലുണ്ട്. അത് അരുണാചൽ പ്രദേശിന്റെ കൂടി ഹൈക്കോടതിയാണ്. അപ്പോൾ അതിൻ്റെ ബെഞ്ച് അവിടെയുമുണ്ട്, ഇറ്റാനഗർ. അപ്പോൾ നാഗാലാൻഡിൽ എവിടെയുണ്ട്? കൊഹീമയിലുണ്ട്, അതുപോലെ ഐസ്വാളിലുണ്ട്, അതുപോലെ എവിടെയുണ്ട്? അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗറിലുണ്ട്. അപ്പോൾ അതിനും എത്ര ബെഞ്ചായി? 3 ബെഞ്ചായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയെന്ന് പറയാം. ബോംബെ ഹൈക്കോടതിയാണ്, അതുപോലെ തന്നെ ഗുവാഹത്തി ഹൈക്കോടതിയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പം അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി എന്ന് ചോദിക്കുമ്പോൾ വലിയ കെട്ടിടമുള്ള ഹൈക്കോടതി എന്നുള്ള അർത്ഥത്തിലല്ല, ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി എന്നുള്ള അർത്ഥത്തിലാണ്. ഏറ്റവും വലിയ ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും വലിയ ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ അലഹബാദ് ഹൈക്കോടതിയാണ്. ഉത്തർപ്രദേശിലെ അലഹബാദ്
ഹൈക്കോടതിയാണ് അല്ലേ. നമുക്കറിയാം ഉത്തർപ്രദേശ് ഒരുപാട് പോപ്പുലേഷൻ ഉള്ള, ഒരുപാട് ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹൈക്കോടതി വളരെ വലുതായിരിക്കും. അലഹബാദ് ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി 1975 നിലവിൽ വന്ന സിക്കിം ഹൈക്കോടതിയാണ്. ഗാംഗ്ടോക്കിലെ സിക്കിം ഹൈക്കോടതിയാണ് ഏറ്റവും ചെറിയ ഹൈക്കോടതി. അപ്പോൾ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏതാണ്? സിക്കിം ഹൈക്കോടതിയാണ്. അവിടെ 3 ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ. സിക്കിം ഹൈക്കോടതിയിൽ 3 ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ. അതേസമയം അലഹബാദ് ഹൈക്കോടതിയിൽ ഏതാണ്ട് 160ഓളം ജഡ്ജിമാരുണ്ട്. അപ്പം അത് അവിടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ത്രിപുര, മേഘാലയ, മണിപ്പൂർ. ത്രിപുര, മേഘാലയ, മണിപ്പൂർ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഹൈക്കോടതിയുണ്ട്. 2013 ത്രിപുര, മണിപ്പൂർ, മേഘാലയ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഹൈക്കോടതികൾ അനുവദിച്ചത്. അതിനു മുമ്പ് അതിൻ്റെയൊക്കെ ഹൈക്കോടതി ഗുവാഹത്തി ആയിരുന്നു. ത്രിപുരയുടെയും അതുപോലെ മണിപ്പൂരിൻ്റെയും മേഘാലയയുടെയൊക്കെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയായിരുന്നു. അന്ന് 7 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് ഗുവാഹത്തി ഹൈക്കോടതി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ 2013 ത്രിപുരയ്ക്ക്, മേഘാലയക്ക് അതുപോലെ മണിപ്പൂരിന് പ്രത്യേകം ഹൈക്കോടതി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൈക്കോടതികളുടെ എണ്ണം എത്രയായിട്ട് മാറിയത്? 25ആയിട്ട് മാറിയത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഹൈക്കോടതിയുള്ള, സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി എന്നറിയാം. സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. നിങ്ങൾക്ക് അറിയാമോ ആൻഡമാൻ്റെ ഹൈക്കോടതി ഏതാണ്? ആൻഡമാൻ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഹൈക്കോടതി ഏതാണ്? ആൻഡമാൻ്റെ ഹൈക്കോടതി എന്ന് പറയുന്നത് കൽക്കട്ട ഹൈക്കോടതിയാണ്. ആൻഡമാൻ്റെ ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതിയാണ്. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി നമുക്കറിയാം ഏതാണ്? നമ്മുടെ ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതിയാണ് ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി. അതുപോലെ പുതുശ്ശേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഹൈക്കോടതി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, തമിഴ്നാട് ഹൈക്കോടതിയാണ്. അതായത് മദ്രാസ് ഹൈക്കോടതിയാണ് പുതുശ്ശേരിയുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ലഡാക്ക്. ജമ്മു കാശ്മീർ, ലഡാക്ക് ഇവർക്ക് 2 പേർക്കുമായിട്ട് ഒരു പൊതുവായിട്ടുള്ള ഹൈക്കോടതിയാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി. ജമ്മു കാശ്മീരിനും ലഡാക്കിനും വേണ്ടി പൊതുവായിട്ടൊരു ഹൈക്കോടതിയാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി. ഇത്രയും പഴയ ഹൈക്കോടതികളിൽ ഒന്നാണ്. 1928 ജമ്മു കാശ്മീർ ഹൈക്കോടതി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും പൊതുവായിട്ടുള്ള ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ്. അവിടെ ഒരു പൊതുവിജ്ഞാന ഭാഗത്ത് ഒരു ചോദ്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ജസ്റ്റിസ് സിറ്റി അഥവാ നീതി നഗരം, അതായത് നീതിന്യായ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടണമാണ് ജസ്റ്റിസ് സിറ്റി അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ നീതി നഗരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജസ്റ്റിസ് സിറ്റി പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് സിറ്റി എവിടെയാണ്? അമരാവതി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയെ കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കും. പക്ഷെ ആർട്ടിക്കിൾ 231 പറഞ്ഞ ഒരു കാര്യം, ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് ഒരു ഹൈക്കോടതി പ്രവർത്തിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 231 എന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവിടെ മാറിക്കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 215. ആർട്ടിക്കിൾ 215 പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുപ്രീം കോടതിയെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത്, പഠിച്ച സമയത്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 215 പറയുന്ന കാര്യം ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയിരിക്കും എന്നാണ്. ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 215. ഇതുപോലെ സുപ്രീം കോടതിയെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയും കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയുള്ള കാര്യമാണ് ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്. നമുക്ക് പ്രത്യേകം
കോടതികളൊന്നുമില്ല. ഓരോ കാര്യത്തിനായിട്ട് വേർതിരിച്ചിട്ടുള്ള കോടതികളൊന്നുമില്ല. നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള സംയോജിതമായിട്ടുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള കോടതിയാണ് സുപ്രീം കോടതി. അതിന് താഴെയായിട്ട് ഹൈക്കോടതി, അതിന് താഴെയായിട്ട് മറ്റ് സബോർഡിനേറ്റ് കോടതികൾ വരുന്നു അല്ലെ. അപ്പൊ അതില് സുപ്രീം കോടതി എന്ന് പറയുന്നത് കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളെല്ലാം മറ്റു കോടതികൾക്ക് ബാധകമാണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ എല്ലാം അതിന് കീഴിലുള്ള മറ്റു കോടതികൾക്ക് ബാധകമാണ്. ആർട്ടിക്കിൾ 215. ഈ ആർട്ടിക്കിൾ 215 പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ആർട്ടിക്കിൾ 215 അനുസരിച്ച് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അതായത് കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ടായിരിക്കും? ഹൈക്കോടതിക്കുണ്ടായിരിക്കും. ഇതേ അധികാരങ്ങളൊക്കെ ആർക്കുമുണ്ട്? സുപ്രീം കോടതിക്കുമുണ്ട്. സുപ്രീം കോടതിയും എന്താണ്? കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ്. കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാനും ശിക്ഷിക്കാനും പിഴ വിധിക്കാനും ഒക്കെയുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 215 അനുസരിച്ച് അതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ മെയിൻ, 10th ലെവൽ മെയിൻ, LP സ്കൂൾ അസിസ്റ്റന്റ്, UP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി ആസ്ഥ അക്കാദമി സംഘടിപ്പിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട വകുപ്പിലോട്ട് വരാം. ആർട്ടിക്കിൾ 216. ഈ ആർട്ടിക്കിൾ നിങ്ങൾ കാണാതെ പഠിക്കണ്ട. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച കാര്യമാണ് ആർട്ടിക്കിൾ 216 പറയുന്ന ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം അത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണ് അല്ലെ. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ആകെ ജഡ്ജിമാർ 34 പേരാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്ര എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എല്ലാ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ എണ്ണം തുല്യമായിരിക്കില്ല. കേസിന്റെ ബാഹുല്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതാത് സംസ്ഥാനത്തെ ജനസംഖ്യ, അതിനൊക്കെ അനുസരിച്ചായിരിക്കും ആ പറഞ്ഞ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ കേട്ടതേ ഉള്ളൂ, അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശിലാണ്, കൂടുതൽ ജനസംഖ്യയുണ്ട്. അപ്പൊ അവിടുത്തെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 160 ആണ് അല്ലെ. അതേസമയം ജനസംഖ്യ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് സിക്കിം. അവരുടെ ഹൈക്കോടതിയിലുള്ളത് 3 ജഡ്ജിമാരാണെന്നും പറഞ്ഞു അല്ലെ. അപ്പം അത് വ്യത്യാസം വരും. പക്ഷേ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം, ഓരോ ഹൈക്കോടതിയിലും ഇത്ര ജഡ്ജിമാർ എന്ന് തീരുമാനിക്കുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ രാഷ്ട്രപതി എന്നാണ് ഉത്തരം. അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാഷ്ട്രപതിയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രപതി ആ കാര്യമൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്, അതിന്റെ അന്തിമ വാക്ക് ആരുടേതെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? രാഷ്ട്രപതിയുടേതാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർട്ടിക്കിൾ 216 തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ജഡ്ജിമാകാനുള്ള യോഗ്യത. ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗ്യതയെ കുറിച്ച് പറയുന്നതും ആർട്ടിക്കിൾ 216 അപ്പൊ ആർട്ടിക്കിൾ 216 പറയുന്ന ഒരു യോഗ്യത ഇങ്ങനെയാണ്: ജുഡീഷ്യൽ സർവീസിൽ 10 കൊല്ലം തികച്ച ഒരാൾക്ക്, 10 കൊല്ലത്തെ ജുഡീഷ്യൽ സർവീസ് ഉള്ള ഒരാൾക്ക് ഹൈക്കോടതി ജഡ്ജാകാനുള്ള യോഗ്യതയുണ്ട്. അങ്ങനെ ഒരു യോഗ്യത പറയുന്നു. അതല്ലെങ്കിൽ വേറൊരു വിധത്തിലും ഹൈക്കോടതി ജഡ്ജാകാനുള്ള യോഗ്യത നേടാം. എങ്ങനെയാണ്? ഹൈക്കോടതിയിൽ 10 കൊല്ലം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്കും ഹൈക്കോടതി ജഡ്ജാകാനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ ഹൈക്കോടതി ജഡ്ജാകാനുള്ള യോഗ്യത പറയുന്നത് 2 തരത്തിലാണ്. ജുഡീഷ്യൽ സർവീസിൽ 10 കൊല്ലം തികച്ച ഒരാള് ഹൈക്കോടതി ജഡ്ജാകാൻ യോഗ്യനാണ്. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്കും ഹൈക്കോടതി ജഡ്ജാകാനുള്ള യോഗ്യതയുണ്ട്. ഇതൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 216 ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 219. ആർട്ടിക്കിൾ 219 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ സുപ്രീം കോടതിയിലെ
ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാര്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജിമാര്, ഇവരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. മറ്റ് ജഡ്ജിമാർക്ക് രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്നയാള് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും. ഇവിടെ ഇപ്പോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ കാര്യം പറയുമ്പോൾ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതാത് സംസ്ഥാനങ്ങളിലാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ഗവർണർ അല്ലെങ്കിൽ ഗവർണർ ചുമതലപ്പെടുത്തുന്നയാള് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 219. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആർട്ടിക്കിൾ 221 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സാലറി, അലവൻസ് എന്നിവയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 221. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. മുമ്പ് ഇത് നമ്മൾ പഠിച്ചതാണ്. 2,50,000 രൂപയാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം. അതുപോലെ ഹൈക്കോടതിയിലെ മറ്റു ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപയാണ്. അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് എന്നാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. വേറൊരു കാര്യം കൂടി, ഈ പറഞ്ഞ ജഡ്ജിമാര് പെൻഷൻ ആയിക്കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത്. അതേസമയം ഇവർ പെൻഷൻ ആവുമ്പോൾ ഇവരുടെ പെൻഷൻ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാര്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ, ഇവരുടെയൊക്കെ ശമ്പളത്തെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ, ഭരണഘടനയിലെ ഷെഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ 2ാം ഷെഡ്യൂളാണ്. അപ്പൊ ശമ്പളത്തെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ ഭരണഘടനാ ഷെഡ്യൂൾ 2 അതുപോലെ നേരത്തെ ഞാൻ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞാ വാചകമുണ്ട്. ഇപ്പൊ ഓരോരുത്തർ ഭരണഘടനാ പദവിയിൽ വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യണം. അതിന് നൽകിയിട്ടുള്ള വാചകങ്ങൾ, ആ സത്യപ്രതിജ്ഞാ വാചകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഭരണഘടനയിലെ 3ാമത്തെ ഷെഡ്യൂളിലാണ്. അപ്പൊ 2ാമത്തെ ഷെഡ്യൂളിൽ ശമ്പളത്തെ കുറിച്ച് പറയുന്നു, 3ാമത്തെ ഷെഡ്യൂളിൽ സത്യപ്രതിജ്ഞാ വാചകങ്ങളെ കുറിച്ചാണ്, 4ാമത്തെ ഭരണഘടനാ ഷെഡ്യൂളിലാണ് ഓരോ സംസ്ഥാനങ്ങളുടെയും രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇതൊക്കെ മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ശമ്പളത്തെ കുറിച്ച് പറയുന്ന ഷെഡ്യൂള് 2nd ഷെഡ്യൂളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 222 പറയുന്ന ഒരു പോയിന്റ് ആണ്. ഭരണഘടനയിലെ 222ാമത്തെ വകുപ്പിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തെ കുറിച്ച് പറയുന്നു. ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തെ കുറിച്ച് പറയുന്നു അല്ലെ. സുപ്രീം കോടതി പഠിച്ച സമയത്ത്, സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ച് പഠിച്ച സമയത്ത് ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വരുന്നില്ല. അവരുടെ സീറ്റ് എപ്പോഴും ഡൽഹി തന്നെയാണ് അല്ലെ. പക്ഷെ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തെ കുറിച്ച് ഭരണഘടന പറയുന്നു. ആർട്ടിക്കിൾ 222 ഇങ്ങനെ ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അധികാരം, അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഗവർണർ എന്നൊക്കെ ചോയ്സിലുണ്ടായിരിക്കും. അപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. ഹൈക്കോടതി ജഡ്ജിമാരുടെ ട്രാൻസ്ഫറിന്റെ കാര്യം നോക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. അയാൾക്കാണ് അതിന്റെ അധികാരം എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പറയുന്ന കാര്യം എന്താണ്? നമ്മൾ പലതവണ പഠിച്ചതാണ്. റിട്ട് അധികാരം. ഹൈക്കോടതിയുടെ
റിട്ട് അധികാരം. അല്ലെ, റിട്ടുകൾ എന്താണ്, എത്ര തരത്തിലുള്ള റിട്ടുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 226 ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. ഏറ്റവും വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ള കോടതി എന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയാണ്. സുപ്രീം കോടതിയേക്കാൾ റിട്ട് അധികാരം ഏറ്റവും കൂടുതലുള്ള കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. അല്ലെ, സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് ആർട്ടിക്കിൾ 32 പറയുന്നു. ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് ആർട്ടിക്കിൾ 226 പറയുന്നു എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്താണ്, അതായത് ഭാഷകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 348(1). ആർട്ടിക്കിൾ 348(1) അതൊരു പക്ഷേ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സുപ്രീം കോടതിയിലെ ഹൈക്കോടതികളിലെ പ്രവർത്തന ഭാഷ ഏതായിരിക്കണം, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ പ്രവർത്തന ഭാഷ ഏതായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 348(1). ആർട്ടിക്കിൾ 348(1) പ്രകാരം പറയുന്നത് സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നാണ്. ഇംഗ്ലീഷോ ഹിന്ദിയോ എന്നല്ല, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ വർക്കിംഗ് ലാംഗ്വേജ് ഏതായിരിക്കണം? ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 348 എന്നുള്ള കാര്യം ഓർക്കുക. 348 എന്ന് മാത്രം പഠിച്ചാൽ പോരാ, 348(1). അതേസമയം ഹൈക്കോടതിയുടെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കണം, ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്തായിരിക്കണം? ഇംഗ്ലീഷ് ആയിരിക്കണം. പക്ഷെ ഹൈക്കോടതിയുടെ കാര്യത്തിൽ ചെറിയൊരു നീക്കുപോക്ക് ആകാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാത് സംസ്ഥാനത്തെ ഗവർണർക്ക് രാഷ്ട്രപതിയിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ പ്രവർത്തന ഭാഷ ഹിന്ദിയിലോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഔദ്യോഗിക ഭാഷയിലോ ഒക്കെ മാറ്റാവുന്നതാണ് എന്നൊരു കാര്യം കൂടി ഏതിൽ പറയുന്നുണ്ട്? 348(2) എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. 348(1) പൊതുവെ പറഞ്ഞതാണ് സുപ്രീം കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം, ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം. സുപ്രീം കോടതിയിൽ ഒരു കാര്യത്തിലും എന്തില്ല, ഹിന്ദിയോ കാര്യങ്ങളോ വരത്തില്ല, അത് ഇംഗ്ലീഷ് ആയിരിക്കണം. ഹൈക്കോടതിയുടെ കാര്യത്തിലും ഇംഗ്ലീഷ് ആയിരിക്കണമെന്നാണ് 348(1) പറയുന്നത്. പക്ഷെ 348(2) ഹൈക്കോടതിയുടെ കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച കാണിക്കുന്നുണ്ട്. ഗവർണർക്ക് എന്ത് ചെയ്യാം? അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിക്കൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഹിന്ദിയിലോ ആ സംസ്ഥാനത്തിലെ മറ്റേതെങ്കിലും ഔദ്യോഗിക ഭാഷയിലൊക്കെ മാറ്റാവുന്നതാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 348(2). ഇപ്പൊ ഉത്തർപ്രദേശ് അതുപോലെ രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ അനുവാദം വാങ്ങിക്കൊണ്ട് ഹിന്ദി ഭാഷയിലാണ് അവർ ഹൈക്കോടതിയിലെ വ്യവഹാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്, അതിന് താഴെയുള്ള സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്, അതിന് താഴെയുള്ള മറ്റു കോടതികൾ. ആ മറ്റു കോടതികൾ അതെന്തായാലും സംസ്ഥാനത്താണ്. ആ മറ്റു കോടതികളിലെ ഭാഷ ഏതായിരിക്കണം, ആ മറ്റു കോടതികളിലെ പ്രൊസീഡിങ്സ് ഒക്കെ ഏത് ഭാഷയിലായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ അതാത് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആണ്. അതാത് സംസ്ഥാനത്തെ ഗവൺമെന്റുകളാണ് മറ്റ് സബോർഡിനേറ്റ് കോടതികളിലെ ഭാഷ ഏതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എന്നുള്ളതും കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അല്പം പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി. കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് സുജാത മനോഹറാണ്. ജസ്റ്റിസ് സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത. എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ലീല സേത്താണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ജസ്റ്റിസ് സുജാത മനോഹർ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത അത് ലീല സേത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ
ചീഫ് ജസ്റ്റിസ് ആയ മലയാളി വനിത, കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ മലയാളി വനിത ആരും ചോദിച്ചാൽ അത് കെ ഉഷയാണ്. കെ ഉഷയാണ്. ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വനിത, ഏറ്റവും ഒടുവിലായിട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വനിത ആരും ചോദിച്ചാൽ മഞ്ജുള ചെല്ലൂരാണ്. മഞ്ജുള ചെല്ലൂരിന് ശേഷം പിന്നീട് വനിതകളാരും കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല. അപ്പോ സുജാത മനോഹർ ആരാണ്? ആദ്യത്തെ വനിത, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യത്തെ വനിത. കെ ഉഷ ആരാണ്? കെ ഉഷ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത. മഞ്ജുള ചെല്ലൂർ ഇതുവരെയുള്ള ഹൈക്കോടതിയുടെ കാര്യം പരിഗണിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വനിതയാണ് മഞ്ജുള ചെല്ലൂർ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സുപ്രീം കോടതിയിൽ ജഡ്ജായ ആദ്യ വനിത. സുപ്രീം കോടതിയിൽ ജഡ്ജായ ആദ്യ വനിത നിങ്ങൾക്ക് അറിയാം, അത് ഫാത്തിമ ബീവിയാണ്, അല്ലെ? സുപ്രീം കോടതി ജഡ്ജായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ ജഡ്ജായ വനിത, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അതും ഒരു മലയാളി വനിതയാണ്, അന്ന ചാണ്ടി, അല്ലെ? അപ്പൊ സുപ്രീം കോടതി ജഡ്ജായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി, ഹൈക്കോടതി ജഡ്ജായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. അതുപോലെ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയ വനിത, ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയ വനിത ആരെന്ന് ചോദിച്ചാൽ അതും ഒരു മലയാളിയാണ്, ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയ വനിത ആരെന്ന് ചോദിച്ചാൽ ഓമന കുഞ്ഞമ്മ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ നീതി നിർവഹണ വിഭാഗത്തെക്കുറിച്ച് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സുപ്രീം കോടതിയെക്കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗത്തിൽ ഈ ഭാഗം തീർക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.